വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷൻ അതായത് വാർഷിക പരീക്ഷ 2024-25 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായി ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് ആക്ടിവിറ്റി റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. താഴെ ഒരു പാസേജ് നൽകിയിട്ടുണ്ട്, അത് റീഡ് ചെയ്ത് അതിന് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. നോക്കൂ, റോണോ വാസ് എ ലിറ്റിൽ റോബോട്ട്. റോണോ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് റോബോട്ട് ആണ്. ഹി ഹാഡ് എ ഷൈനി സിൽവർ ആംസ്, ബിഗ് റൗണ്ട് ഐസ് ആൻഡ് എ ഫ്രണ്ട്ലി സ്മൈൽ. അവന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് പറയണത് അല്ലേ? ഹി ഹാഡ് എ ഷൈനി സിൽവർ ആംസ്. അവന് നല്ല ഷൈനി, നല്ല തിളക്കമുള്ള സിൽവർ ആംസ് ആണുള്ളത്. ബിഗ് റൗണ്ട് ഐസ് ആണ് അല്ലേ, വലിയ വട്ടത്തിലുള്ള കണ്ണുകളുണ്ട്. ആൻഡ് ഫ്രണ്ട്ലി സ്മൈൽ. റോണോ വാണ്ടഡ് ടു മേക്ക് ഫ്രണ്ട്സ് ബട്ട് ദ ചിൽഡ്രൻ ഇൻ ദ പാർക്ക് വെയർ സ്കെയർഡ് ഓഫ് ഹിം. റോണോക്ക് എന്താണ്, കൂട്ടുകാർ വേണമെന്നുണ്ട് അല്ലേ? ബട്ട് ദ ചിൽഡ്രൻ ഇൻ ദ പാർക്ക് വെയർ സ്കെയർഡ് ഓഫ് ഹിം. പക്ഷെ പാർക്കിൽ കുട്ടികൾ അതിനെ കാണുമ്പോൾ എന്താണ്, പേടിക്കുകയാണ്. വൺ ഡേ റോണോ സോ എ ലിറ്റിൽ ഗേൾ ക്രൈയിങ്. ഒരു ദിവസം റോണോ ഒരു കുഞ്ഞു പെൺകുട്ടി ഇരുന്ന് കരയുന്നത് കണ്ടു. ഹെർ ബലൂൺ വാസ് സ്റ്റക്ക് ഇൻ ദ ട്രീ. അവളുടെ ആ ബലൂൺ എന്ത് ചെയ്തു, ട്രീയിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ, തട്ടി നിൽക്കുകയാണ്. റോണോ സ്ട്രെച്ച് ഹിസ് ലോങ് ആംസ് ആൻഡ് ജെന്റ്ലി പുൾഡ് ദ ബലൂൺ ഡൗൺ. എന്താണ് റോണോ ചെയ്തത്? അവന്റെ ലോങ് ആംസ് സ്ട്രെച്ച് ചെയ്ത് വലിച്ചു നീട്ടിയിട്ട് എന്ത് ചെയ്തു, സ്ട്രെച്ച് ചെയ്തിട്ട് അവൻ ആ ബലൂണ് വലിച്ചെടുത്ത് കൊടുത്തു. ദ ഗേൾ സ്മൈൽഡ്. ആ കുട്ടി ചിരിച്ചു. താങ്ക് യു റോണോ, ഷീ സെഡ്. അവള് റോണോനോട് താങ്ക് യു പറഞ്ഞു. ദ അതർ ചിൽഡ്രൻ സോ ദിസ് കെയിം ക്ലോസർ. വേറൊരു കുട്ടി എന്ത് ചെയ്തു, ഇത് കണ്ടോണ്ട് അതിന്റെ അടുത്തേക്ക് വന്നു. ക്യാൻ യു ഹെൽപ്പ് us ടു? നിനക്ക് ഞങ്ങളെയും കൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ദേ ആസ്ക്ഡ്. അവർ ചോദിച്ചു. റോണോ പ്ലേഡ് വിത്ത് ദം. റോണോ അവരുടെ കൂടെ കളിച്ചു. പുഷ്ഡ്, സിങ്സ് ആൻഡ് ഈവൻ ഡാൻസ്ഡ് ഫണ്ണി റോബോട്ട് മൂവ്സ്. ഡാൻസ് ഒക്കെ ചെയ്ത് ഫണ്ണി റോബോട്ട് മൂവ്സ് ഒക്കെ ചെയ്ത് അവൻ അവരുടെ കൂടെ കളിച്ചു. സൂൺ എവ്രിവൺ ലവ്ഡ് റോണോ. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും റോണോനെ ഇഷ്ടമായി. യു ആർ അവർ ഫ്രണ്ട് നൗ. അപ്പൊ കുട്ടികൾ എന്താ പറഞ്ഞേ? ദേ ചിയേർഡ്. കുട്ടികൾ എന്താ പറഞ്ഞേ? കുട്ടികൾ പറഞ്ഞു, നീ ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടാണ്. റോണോ ഫെൽറ്റ് ഹാപ്പി. റോണോക്ക് വളരെയധികം സന്തോഷമായി. ഹി ലേൺ ദ കൈൻഡ്നെസ് മേക്സ് ദ ബെസ്റ്റ് ഫ്രണ്ട്. അവന് മനസ്സിലായി എന്താണ്, കൈൻഡ്നെസ് കൊണ്ട് എന്ത് ചെയ്യാം, ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് അവന് മനസ്സിലായി. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം നമുക്ക്. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ചിൽഡ്രൻ? ചിൽഡ്രന്റെ പുതിയ ഫ്രണ്ട് ആരാണ്? റോണോ, ദ ലിറ്റിൽ റോബോട്ട് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഗേൾ വാസ് ക്രൈയിങ് ബിക്കോസ്. പെൺകുട്ടി കരയായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ബി, ഹെർ ബലൂൺ വാസ് സ്റ്റക്ക് ഇൻ എ ട്രീ. അവളുടെ ബലൂൺ എന്ത് ചെയ്തു, ട്രീയിൽ സ്റ്റക്ക് ചെയ്ത് നിന്നു. തേർഡ്, ക്യാൻ യു ഹെൽപ്പ് us ടു? ദേ ആസ്ക്ഡ്. ഹൂ? ഞങ്ങളെയും കൂടി നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയോ? ആരാ ചോദിച്ചത്? റോണോയാണോ, ഗേൾ ആണോ, ബോയ് ആണോ, അതോ ദ ചിൽഡ്രൻ ആണോ? ആരാണ്? ദ ചിൽഡ്രൻ അല്ലേ? നെക്സ്റ്റ്, ഹൗ ഡിഡ് ദ അതർ ചിൽഡ്രൻ റിയാക്ട് ആഫ്റ്റർ റോണോ ഹെൽപ്പ് ദ ഗേൾ? റോണോ ആ ഗേളിനെ ഹെൽപ്പ് ചെയ്ത ശേഷം മറ്റുള്ള കുട്ടികൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? ദേ ആസ്ക്ഡ് ഹിം ടു ഹെൽപ്പ് ദം ടു. അവരെയും കൂടി ഹെൽപ്പ് ചെയ്യാമോ എന്ന് അവനോട് ചോദിക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ്, ദ വേർഡ് ചിയേർഡ് ഇൻ ദ പാസേജ് മീൻസ്. ഈ പാസേജിൽ ചിയേർഡ് എന്നൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്താണ് അർത്ഥമാക്കുന്നത്? ഷൗട്ടഡ് ഹാപ്പിലി. എന്താണ് മക്കളെ? ഷൗട്ടഡ് ഹാപ്പിലി. നെക്സ്റ്റ്, പ്രൊഫൈൽ. Read the following hints related to Sri P. Jayachandran and prepare his profile. ആരുടെ പിക്ചർ തന്നിരിക്കുന്നത്? പി ജയചന്ദ്രന്റെ അല്ലേ, ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രൊഫൈൽ എഴുതുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഹെഡിങ് പോലെ കൊടുക്കണം. എന്നിട്ട് എന്ത് എഴുതണം? ഇവിടെ ബർത്ത്, ആദ്യം എപ്പോഴും ജനിച്ചതാണ് എഴുതുന്നത് അല്ലേ? അപ്പൊ ബർത്തിന് പകരം നമ്മൾ എന്ത് എഴുതണം? ബർത്തിന് പകരം ബോൺ എന്നാക്കണം അല്ലേ? പി ജയചന്ദ്രൻ വാസ്, അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? വാസ്. പി ജയചന്ദ്രൻ വാസ് ബോൺ ഓൺ. അദ്ദേഹം ജനിച്ചത് എന്നാണ്? പി ജയചന്ദ്രൻ വാസ് ബോൺ ഓൺ 3rd March 1944 അറ്റ് കൊച്ചി ഇൻ കേരള. ചെറിയൊരു സ്ഥലത്ത് പറയുമ്പോൾ അറ്റ്
വലിയ സ്ഥലത്ത് ഒരു ചെറിയ സ്ഥലം നമ്മൾ പറയുമ്പോൾ അറ്റ് കൊച്ചി ഇൻ കേരള. മനസ്സിലായോ? അപ്പോൾ പി ജയചന്ദ്രൻ വാസ് ബോൺ ഓൺ 3rd March 1944 അറ്റ് കൊച്ചി ഇൻ കേരള. അത്രയും എഴുതുക. അതിനുശേഷം അദ്ദേഹത്തിന്റെ പേരൻസിന്റെ പേര് എഴുതാം നമുക്ക്. അദ്ദേഹത്തിന്റെ പേരൻസിന്റെ പേര് എന്താ എഴുതണേ? ഹിസ് ഫാദർ നെയിം വാസ്, അദ്ദേഹത്തിന്റെ ഫാദർ നെയിം വാസ്, ഹിസ് ഫാദർ നെയിം വാസ് എന്തായിരുന്നു? രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ. ആൻഡ് ഹിസ് മദർ വാസ് ആരായിരുന്നു? പള്ളിയത്ത് സുഭദ്ര കുഞ്ഞമ്മ. അതും എഴുതുക. അതിനുശേഷം എന്താണ്? ഹി വാസ് ആൻ ഇന്ത്യൻ പ്ലേബാക്ക് സിംഗർ. അദ്ദേഹത്തിന്റെ കരിയർ എഴുതാം. ഹി വാസ് എന്താണ്? ഹി വാസ് ആൻ ഇന്ത്യൻ പ്ലേബാക്ക് സിംഗർ. പിന്നെന്താ എഴുതാവുന്നേ? ഹി ഫേമസ് ഇൻ എന്താണ്? ആക്ടർ, ആക്ടിങ് ഒക്കെ എഴുതാം അല്ലേ? ഹി വാസ് ആൻഡ് എന്താണ്? ഹി വാസ് ആൻ ഇന്ത്യൻ പ്ലേബാക്ക് സിംഗർ ആൻഡ് ആക്ടർ. പ്ലേബാക്ക് സിംഗർ ആൻഡ് ആക്ടർ. ഇത്രയും നിങ്ങൾക്ക് എഴുതാം അല്ലേ? അല്ലെങ്കിൽ ഹി ഫേമസ് ഇൻ എന്താണ്? ഇൻ ഇന്ത്യൻ പ്ലേബാക്ക് സിംഗർ ആൻഡ് ആക്ടർ, അങ്ങനെയും എഴുതാം. അതിനുശേഷം എന്താ നമ്മൾ എഴുതേണ്ടത്? ഹി റെക്കോർഡ് എന്താണ്? ഹി ഗോട്ട് മോർ അവാർഡ്സ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ അവാർഡ്സുകളുടെ പേര് എഴുതുക. നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് മെയിൽ പ്ലേബാക്ക് സിംഗർ ഇൻ 1986. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് 5 times he got എന്താണ്? കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്. ജെ.സി. ഡാനിയൽ അവാർഡ് ഇൻ 2020. തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് 2 times കിട്ടിയെന്നും പറഞ്ഞ് എഴുതുക. പിന്നെ ഹി ഡെഡ് ഓൺ എന്നാണ്? ഡെത്തിന് വേറെ എന്താണ്? ഡെഡ് എന്ന് എഴുതണം. ഹി ഡെഡ് ഓൺ 9th January 2025. ഇത്രയും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എഡിറ്റിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. എഡിറ്റിംഗിൽ എന്തൊക്കെയാണ് നമുക്ക് വായിച്ചു നോക്കാം. ഹിയർ ഇസ് എ സ്പീച്ച് ഗിവൺ ബൈ മായ ഓൺ വേൾഡ് വാട്ടർ ഡേ. വേൾഡ് വാട്ടർ ഡേനെ കുറിച്ചിട്ടുള്ള എന്താണ് ഒരു സ്പീച്ചാണ് താഴെ കൊടുത്തിരിക്കുന്നത് മായയുടെ. There are some errors in it. Read the speech and edit it. ഇതിനകത്ത് കുറച്ച് തെറ്റുകളുണ്ട്. അത് റീഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് എഴുതണം? എഡിറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റ് തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് എവറി വൺ. ടുഡേ ഈസ് വേൾഡ് വാട്ടർ ഡേ. എവറി ഇയർ ഓൺ മാർച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് 22. ഇവിടെ മാർച്ചിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. ഇവിടെ എന്തായിരിക്കും മിസ്റ്റേക്ക്? ഇവിടെ എം സ്മോൾ ലെറ്റർ ആണ്. നിങ്ങൾ അവിടെ എന്തെക്കണം? എം ക്യാപിറ്റൽ ലെറ്റർ എം എഴുതണം. മാർച്ച് 22 എം ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. വി സെലിബ്രേറ്റ് ദിസ് ഡേ ടു ക്രിയേറ്റ് അവയർനെസ് ഓൺ വാട്ടർ കൺസർവേഷൻ. അടുത്ത മിസ്റ്റേക്ക് കൺസർവേഷനിലാണ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് വേണ്ടത്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ സിക്ക് പകരം എന്താണ്? എസ് ആണ് വേണ്ടത് അല്ലേ? കൺസർവേഷൻ. SERVATION. അപ്പോൾ ആദ്യത്തെ ക്യാപിറ്റലൈസ് ചെയ്യാനുള്ളായിരുന്നു, രണ്ടാമത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. കൺസർവേഷൻ. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഓൺ അവർ ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ അവർ ലൈഫ് അല്ല, എന്താണ്? ഇന്നാണ്. ഇൻ അവർ ലൈഫാണ്. ഓൺ അല്ല വരുന്നത്, ഇന്നാണ് വരുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ അവർ ലൈഫ്. മില്യൻസ് സ്ട്രഗിൾ ടു ഫൈൻഡ് വാട്ടർ. ലെറ്റ്സ് വാട്ടർ കൺസേർവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അവോയ്ഡ് മിസ്യൂസ്. ഇവിടെ വേർഡിൻ്റെ എന്താണ് പൊസിഷൻസ്, വേർഡ് ഓർഡർ എന്താണ്? മിസ്റ്റേക്കാണ്. അതായത് ആദ്യം വേണ്ടത് എന്താണ്? കൺസേർവ് വാട്ടർ എന്നാണ്. ആദ്യം വേണ്ടത് കൺസേർവ് എന്നാണ്, അത് കഴിഞ്ഞിട്ട് വാട്ടർ. ഇതിൻ്റെ വേർഡ് ഓർഡർ ആണ് തെറ്റിയിരിക്കുന്നത്. ആൻഡ് അവോയ്ഡ് മിസ്യൂസ്. ടുഗദർ വി ക്യാൻ ക്രിയേറ്റ് ആൻഡ് വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആർട്ടിക്കിൾ ദാൻ അല്ല, എ ആണ്. ആൻഡ് വന്നത് എപ്പോഴാണ്? AEIOU വവൽ സൗണ്ട്സ് വരുമ്പോഴേ നമ്മൾ എന്ത് ചേർക്കുള്ളൂ? ആൻഡ് ചേർക്കുള്ളൂ. ഇവിടെ എ വാട്ടർ സഫിഷ്യൻറ്റ് വേൾഡ് ആർട്ടിക്കിൾസ് ആണ് ചേർക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയൊക്കെയാണ് എഡിറ്റിംഗ് ഉള്ളത്. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ ലെറ്റർ ആണ്. ലെറ്റർ
Mikhail was very happy after winning the basketball match for the first time in his life. The support by his parents helped him win the match. He began to write a letter to his friend about his experience. അപ്പോൾ അവൻ്റെ എക്സ്പീരിയൻസിന് ഇത് ചെയ്തിട്ട് ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്ക് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ്റെ ഫ്രണ്ട്, ആ ഫ്രണ്ടിന് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിന് ലെറ്റർ എഴുതുമ്പോൾ ഡേറ്റ് നമ്മൾ എന്ത് എഴുതണം? നമ്മൾ ഡിയർ ഫ്രണ്ട്, how are you? Hope you are fine. I am somewhat fine here. It is long since we last wrote each other. പിന്നെ നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ മദേഴ്സ് ലവ്, ഫാദേഴ്സിൻ്റെ കൺവേർട്സ്, ഡിറ്റർമിനേഷൻ, ഹാർഡ് വർക്ക്, പ്രാക്ടീസ്, കോൺഫിഡൻസ്, ഇതെല്ലാം ചോദിച്ചിട്ട് എല്ലാം വച്ച് എഴുതിയിട്ട് അവസാനം എന്താണ്? കൺവേ മൈ റിഗാർഡ് ടു ഓൾ, ഹോപ്പിംഗ് ടു സീ യു സൂൺ, ഐ സ്റ്റോപ്പ് മൈ ലെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ലെറ്റർ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഡേറ്റും സ്ഥലമൊക്കെ ഇടും, ഫ്രമും ടു ഒക്കെ എഴുതണം. അങ്ങനെയാണ് ലെറ്റർ റൈറ്റ് ചെയ്യുന്നത്. ഇനി ആക്ടിവിറ്റി 5 പ്ലക്കാർഡ് തയ്യാറാക്കാനാണ്. ദ എക്കോ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഈസ് പ്ലാനിങ് ടു കണ്ടക്ട് എ പ്രോഗ്രാം ആസ് എ പാർട്ട് ഓഫ് ഹരിത വിദ്യാലയം പ്രൊജക്ട്. പ്രിപ്പയർ എ പ്ലക്കാർഡ് ഫോർ മേക്കിംഗ് ദ സ്കൂൾ ക്ലീൻ ആൻഡ് ഗ്രീൻ. അതിൽ ഒരു പ്ലക്കാർഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. യൂസ് ഡസ്റ്റ്ബിൻ, കീപ് ദ ക്ലാസ് ക്ലീൻ. ഇനി മറ്റൊരു പ്ലക്കാർഡ് നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും സെൻറ്റൻസ് അതിൽ എഴുതാം ക്ലീൻ ആക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് കീപ് യുവർ ക്ലാസ് റൂം ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഒരു പ്ലക്കാർഡ് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ അടുത്തത് കോൺവെർസേഷൻ എഴുതാനാണ്. ബിൽ ആൻഡ് മെഗ് ഡിസ്റ്റർബ് ദ ബീസ്. നമുക്കറിയാമല്ലേ സ്റ്റോറി, ബില്ലും മെഗും കൂടെ കൂടി ബീസിനെ ഡിസ്റ്റർബ് ചെയ്തു. ദ ബീസ് റഷ്ഡ് ടുവേർഡ്സ് ദ കിഡ്സ്. ആ കിഡ്സിന് എന്താണ് പുറകെ ആ ബീസ് ചെന്നു. ദേ സ്ക്രീംഡ് ആൻഡ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. അവർ പേടിച്ച് എന്ത് ചെയ്തു? ആ സ്ട്രീമിലേക്ക് അല്ലെ അരുവിയിലേക്ക് എടുത്ത് ചാടി. ഗ്രാൻഡ് ഡാഡ് കെയിം ആൻഡ് ഹെൽപ് ദ കിഡ്സ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ സ്ട്രീം. അങ്ങനെ ഗ്രാൻഡ് ഡാഡ് വന്നിട്ട്, മുത്തശ്ശൻ വന്നിട്ട് എന്ത് ചെയ്തു? അവർ ആ സ്ട്രീമിൽ നിന്ന് രക്ഷപ്പെടുത്തി, കരയ്ക്ക് കയറ്റി രക്ഷപ്പെടുത്തി അല്ലേ. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഗ്രാൻഡ് ഡാഡും ബില്ലും തമ്മിലുള്ള കോൺവെർസേഷനാണ് നിങ്ങളോട് എഴുതാൻ പറയണേ. അപ്പോൾ ഗ്രാൻഡ് ഡാഡ് ചോദിക്കുന്നുണ്ട്, വൈ ഡിഡ് യു ജംപ് ഇൻ ടു സ്ട്രീം? നിങ്ങൾ എന്തിനാ വെള്ളത്തിൽ ചാടിയെന്ന് ചോദിക്കണം. അപ്പോൾ ഡാഡിനെ അറിയില്ല അല്ലേ. അപ്പോൾ അവ പറയുകയാണ് ദ ബ്രഷ് ടുവേർഡ്സ് ദ വിത്ത്. ഞങ്ങളുടെ കൂടെ എന്ത് ചെയ്ത ഇത് വന്നു, ബീസ് വന്നു എന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ ഗ്രാൻഡ് ഡാഡ് ഡിഡ് യു ഡിസ്റ്റർബ് ദ ബീസ്? നിങ്ങൾ ആ ബീസിനെ ഡിസ്റ്റർബ് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യെസ്. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനെ കുറിച്ചാണ് നോട്ടീസ്? യുവർ സ്കൂൾ ഡിസൈഡ് ടു കണ്ടക്ട് ദ ആനുവൽ ഡേ സെലിബ്രേഷൻ ഓൺ മാർച്ച് 31, 2025 ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. എന്താണ്? നിങ്ങളുടെ സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷൻ മാർച്ച് 31, 2025 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നെയിം ഓഫ് ദി സ്കൂൾ എഴുതുക, നിങ്ങളുടെ നെയിം ഓഫ് ദി പ്രോഗ്രാം എഴുതുക, സ്കൂളിൻ്റെ പേര് അത് എഴുതണം. എന്നിട്ട് എന്താണ് നെയിം ഓഫ് ദി പ്രോഗ്രാം എന്താണ്? ആനുവൽ ഡേ സെലിബ്രേഷൻ അല്ലേ. എന്നിട്ട് എന്താണ് എഴുതേണ്ടത്? നിങ്ങൾ നമ്മുടെ സ്കൂളിൻ്റെ പേര് ഓഫ് സ്കൂൾ ഡാഷ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു ഓർഗനൈസ് എന്താണ് ആനുവൽ ഡേ സെലിബ്രേഷൻ ഓൺ എന്താണ് മാർച്ച് 31, 2025 എവിടെയാണ്? ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. അത്ര എഴുതുക. മനസ്സിലായോ? ഇപ്പം നമ്മുടെ ഏതെങ്കിലും സ്കൂൾ ABC സ്കൂൾ ഓഫ് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതുക. ഏതെങ്കിലും സ്കൂൾ ABC സ്കൂൾ ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു ഓർഗനൈസ് എന്താണ് ആനുവൽ ഡേ സെലിബ്രേഷൻ ഓൺ എന്താണ് മാർച്ച് 31, 2025 ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ അവരെ വിൽ ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. നിങ്ങളെ സ്നേഹപൂർവ്വം എന്താണ് ഫംഗ്ഷനത്തേക്ക് ക്ഷണിക്കുന്നു. ഡേറ്റ്, ടൈം, വെന്യൂ. എന്നിട്ട് പ്രോഗ്രാം ഡീറ്റെയിൽസ് ഇടുക. പ്രോഗ്രാം ഡീറ്റെയിൽസ്, ഡേറ്റ്, ടൈം, വെന്യൂ, ഇനാഗുറേഷൻ ആരാണ്, വെൽക്കം സ്പീച്ച് ആരാണ്, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, പ്രോഗ്രാം ഡീറ്റെയിൽസ് ചെയ്ത് കൾച്ചറൽ ഇവൻറ്റ്സ് ചെയ്ത് ഓൾ ആർ വെൽക്കം നിങ്ങളുടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ടീസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയൊക്കെയാണ് മക്കളുടെ ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ ഉള്ളത്. അപ്പോൾ മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.